കേരളത്തിൽ അന്ന് ചർച്ചയായ ഒരു സിനിമയായിരുന്നു, ആ ഇറങ്ങിയ കാലത്ത് ചർച്ചയായ ഒരു സിനിമയായിരുന്നു ബിരിയാണി. ഇപ്പോൾ ബിരിയാണിക്ക് സമാനമായി തന്നെ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ദിവ്യപ്രഭയുടെ മറ്റൊരു സിനിമ. കണ്ടവർ തങ്ങളുടെ റിവ്യൂകൾ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ അത് കണ്ടിട്ടുണ്ടോ? ചിലവരെല്ലാം വന്ന് തുറന്നു പറയുന്ന രീതി, അതിൽ എന്താണ് കണ്ടതെന്ന രീതിയിൽ ദിവ്യപ്രഭയെ സോഷ്യൽ മീഡിയ ഓഡിറ്റ് ചെയ്യുകയാണ്. ആ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ആ സിനിമയിൽ എന്താണ് ചർച്ചയാകാൻ എന്താണ് ഇരിക്കുന്നത്? ഇത്ര ദിവ്യപ്രഭയുടെ തുണ്ടിറങ്ങി എന്നാണ് സോഷ്യൽ മീഡിയയിൽ പല 70s 60s വസന്തങ്ങൾ അമ്മാവന്മാർ പറയുന്നത്. കൊച്ചുപിള്ളേർ മോശമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ, ഈ ചില ഫാൻ ഫൈറ്റ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ചേച്ചി വൻ പൊളിയാണ്, ചേച്ചിയുടെ മാറിടങ്ങൾ തുടുത്ത മാറിടങ്ങൾ ഒരു രക്ഷയില്ല, ആരുടെയെങ്കിലും കയ്യിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ഇടൂ എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മോശം ഒരു വശമാണത്, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അവർ ഒരു സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമ എന്ന് പറഞ്ഞാൽ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടി ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ ഒരു സിനിമയാണ്. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ദിവ്യപ്രഭയും പിന്നെ മുറ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു നായകനുമാണ്. അവർ തമ്മിലാണ് ഒരു ഇൻറ്റിമേറ്റ് സീൻ ഉള്ളതെന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടില്ല. ആ സിനിമയുടെ പേര് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ്, അങ്ങനെയാണ് സിനിമയുടെ പേര്. പക്ഷേ അതിവിടെ പ്രഭയായി നനച്ചതെല്ലാം എന്ന പേരിലാണ് ചിത്രം മൊഴിമാറ്റം ചെയ്യപ്പെട്ട് മലയാളത്തിൽ ഇറങ്ങിയത്. അല്ല, അന്ന് ഈ അവാർഡ് കിട്ടിയതിന് പിന്നാലെ ലോകം കേരളത്തിലേക്ക് ചുരുങ്ങി, മലയാളികൾ ലോകത്തിന്റെ നെറുകയിലെന്നെല്ലാം എഴുതിയിട്ടിട്ട് ഇപ്പോൾ വിമർശിക്കുകയാണ്. കാരണം ഈ സിനിമയിൽ മലയാളിയുടെ സഭ്യതയ്ക്ക് നിരക്കാത്ത ഒരു ഇൻറ്റിമേറ്റ് സീനുണ്ട്. ഇൻറ്റിമേറ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ ഇവർ അഭിനയിച്ചിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ അവർ കാണുകയും ചെയ്തു, ഞാനത് കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സംസാരവും വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു തുണ്ടുപടം, ദിവ്യപ്രഭ, ദിവ്യ ചേച്ചി ഒരു രക്ഷയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇവർ ബന്ധപ്പെടുന്നത് പോലും അതുപോലെ, അതായത് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നത് പോലും ഒരു ഒളിയും മറയും ഇല്ലാതെ അതിൽ കാണിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് സംസാരങ്ങൾ വരുന്നത്. അപ്പോൾ ദിവ്യപ്രഭയെ അങ്ങേയറ്റം സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും. അതിൽ കൊച്ചുകുട്ടികൾ പോലും എന്നെ ഏറ്റവും കൂടുതൽ, നമുക്ക് ഈ 70s 60s അമ്മമാരെ ഇവിടെ അവന്മാർ ഇന്നോ നാളെ ചത്തുപോകുമെന്ന് വിചാരിക്കാം. പക്ഷേ ഈ കൊച്ചുകുട്ടികൾ എത്രത്തോളം അവരുടെ മനസ്സിൽ ഒരു എന്തുകൊണ്ടാണ് അവർ ഇതിനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ സമീപിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ആധുനിക സമൂഹത്തിലാണെന്നാണ് പറയുന്നത് പല ആൾക്കാരും. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം എല്ലാ ആൾക്കാരും ജീവിക്കുന്ന ആധുനിക സമൂഹത്തിൽ തന്നെയാണ്. ഇപ്പോൾ 1950 ജീവിച്ചിരുന്ന ആൾക്കാർ ആ സമയത്തെ ആധുനിക കാലഘട്ടത്തിലല്ലേ ജീവിച്ചിരുന്നത്. ഇന്ന് നമ്മൾ 2024 ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ആധുനികമായിട്ടുള്ള സാഹചര്യത്തിലാണ്. പക്ഷേ സിനിമകളിൽ ഇത്തരം സീനുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കും. ഞാനിവിടെ തിരുവനന്തപുരത്ത് IFFK ഒക്കെ വരുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും, അതിൽ സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ചെന്നിരുന്ന് പല പല സിനിമകൾ നമ്മൾ കാണാറുണ്ട്. അതിൽ നമ്മുടെ ഗെയ്സിനെ പോർട്രേറ്റ് ചെയ്യുന്ന സിനിമകളുണ്ടായിരിക്കും, അത് സ്വർഗാനുരാഗം പോർട്രേറ്റ് ചെയ്യുന്ന സിനിമകളുണ്ടായിരിക്കും, ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരുടെ സിനിമകളുണ്ടായിരിക്കും. പല പല സീനുകളും അതിനകത്ത് പല പല രീതിയിലാണ്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കില്ല. അതൊരു സീൻ എന്ന രീതിയിൽ ആ കഥയിലൂടെ അങ്ങ് ഇഴകിച്ചേർന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആ കഥയാണ് നമ്മൾ കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാനൊരു കാര്യം പറയാമോ ശ്രീത്തെ, നമുക്ക് പോൺ കാണണമെങ്കിൽ നമുക്ക് വീട്ടിൽ നമ്മുടെ സ്വകാര്യതയിൽ ഇരുന്ന് ഇഷ്ടം പോലെ പോൺ കാണാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും നെറ്റും അതിനുള്ള അവസരവും സോഴ്സും ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്, ഇല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സിനിമയിൽ ഇത്തരത്തിൽ ഒരു സംഭവം വരുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഓവർ എക്സൈറ്റഡ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് സിനിമയിൽ ഇങ്ങനെ ഒരു നടിയുടെ ഒരു ക്ലീവേജ് കണ്ടു, ഒരു ക്ലിപ്പ് കണ്ടു, അവരുടെ ബ്രസ്റ്റ് കണ്ടു, അവരുടെ ബട്ടക്സ് കണ്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഇവിടെയുള്ള ആൾക്കാരും നിങ്ങൾക്ക് വേണ്ടി അല്ല, ഇങ്ങനെ പറയുന്ന അമ്മാവന്മാരുണ്ടല്ലോ, അമ്മാവന്മാർക്കും ഇങ്ങനെ പറയുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് പോൺ ഇൻഡസ്ട്രി ഉള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പോൺ ഇൻഡസ്ട്രിയിൽ ഞാൻ പറയട്ടെ, ഇതിനെക്കാട്ടിലും മികച്ച കാര്യങ്ങൾ അവിടെ കിട്ടും. നിങ്ങൾക്ക് എത്ര വൃത്തികെട്ട ഫാൻറ്റസി ഉണ്ടെങ്കിലും അതിനകത്ത് തൃപ്തിപ്പെടുത്താനുള്ള അതുപോലെ ചെയ്ത് കാണിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അവരെ പോലും ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതും ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി പോൺ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സിനിമയാണിത്.
ഒരു സിനിമ, ആ സിനിമയിൽ ഒരു ദിവ്യപ്രഭ എന്ന് പറയുന്ന നടി ആ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തു. ആ കഥാപാത്രത്തിന് അനുസൃതമായിട്ട് അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു, ഒരു ഇൻറ്റിമേറ്റ് സീൻ അഭിനയിച്ചു. ആ ഇൻറ്റിമേറ്റ് സീനിനെ വിമർശിക്കാൻ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. പണ്ടത്തെ ഈ ഭരതൻ്റെയും പത്മരാജിൻ്റെയും സിനിമകളൊക്കെ ആൾക്കാർ, തൂവാനത്തുമ്പികളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ശ്രീത്ത്, അതൊക്കെ കണ്ട ആൾക്കാർ, ഇരു കൈ നീട്ടി സ്വീകരിച്ച ആൾക്കാരാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. അതിന് പുതിയ തലമുറയുടെ ഫോൾട്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് വളരെ വേഗം തിരുത്തേണ്ടതായിട്ടുണ്ട്. അത് ശരിയല്ല, അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ സ്ത്രീയെ ചാപ്പടിക്കുക, അവരെ മുദ്ര കുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു തരത്തിലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അഭിനയം എന്ന് പറയുന്നത് ഒരു ഡയറക്ടറുടെ കലയാണ്. ആ ഡയറക്ടറുടെ കലയാണ്. സിനിമയ്ക്ക് അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡിന് പോലും തോന്നാത്ത കാര്യമാണ് ഇവർക്ക് തോന്നുന്നത്. സെൻസർ ബോർഡിന് പോലും ആ സീന് കട്ട് ചെയ്ത് കളയണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇവർക്കത് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്ത് കളയണമെന്നുള്ള സംഭവമല്ല ഇവർക്കുള്ളിലുള്ളത്. ഒരു സ്ത്രീ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സീൻ ചെയ്യുമ്പോൾ അവൾ കൊള്ളാം, അവൾ മറ്റേ ചരക്കാണ്, അവൾ വെടിയാണ് എന്നൊക്കെ ഉള്ള കൺവെൻഷനലായിട്ടുള്ള വൃത്തികെട്ട ചിന്താഗതികളുണ്ടല്ലോ. അവൾ വെടിയാണ്, ചരക്കാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിലേക്കാണ് തിരിച്ചു പോകുന്നത്. മനസ്സിലായില്ലേ? ഇവരുടെ വീട്ടിലേക്ക്, ഇവരുടെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും അടുത്തോട്ടാണ് ഇവർ പോകുന്നതെന്ന്. ഒരു സ്ത്രീയെ അപമാനിച്ച് കഴിഞ്ഞ് പോകുന്നത് അവരവരുടെ തൊഴിലാണ് ചെയ്തത് എന്നുള്ളതാണ്. അവരവരുടെ തൊഴിൽ ചെയ്ത് ജീവിക്കുമ്പോൾ മനസ്സിലായില്ലേ, ഇപ്പം വേറെ ചില ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പുരോഗമനം പറയും, എന്നിട്ട് വീട്ടിനകത്ത് കയറിയിട്ട് തെറി പറയും. ഈ പുരോഗമനത്തിൻ്റെ ചെരുപ്പ് വീട്ടിൻ്റെ നടയിൽ അഴിച്ചിട്ടിട്ട് അകത്തോട്ട് കയറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ തെറി പറയും. ചില ആൾക്കാർ ചോദിക്കുന്നത് ആ ക്ലിപ്പ് കിട്ടിയോ, ക്ലിപ്പ് കിട്ടാനുണ്ടോ, ടെലിഗ്രാം വഴി എന്തോ അത് ചോർന്നു പോയിട്ടുണ്ട്, അത് എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വലിയ ബഹളവും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. ഇപ്പം സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഏറെക്കുറെയുള്ള, നമുക്ക് വാർത്തയാണല്ലോ പ്രധാനം, അപ്പോൾ ഏറെക്കുറെയുള്ള ഫാൻ ഫൈറ്റ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. അതിനകത്ത് ഈ സ്ത്രീയുടെ ചിത്രങ്ങൾ എടുത്തിട്ടിട്ട് വളരെ മോശമായിട്ട് കമൻ്റൊക്കെ എഴുതിയിട്ട് അക്കവൻ പൊളിയാണ്, അക്കയുടെ മറ്റത് പൊളിയാണ്, മറിച്ചത് പൊളിയാണ്. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്താണ് ഈ സംഭവം എന്ന്. പിന്നീട് ഇതിനെ സംബന്ധിച്ചുള്ള പത്രവാർത്തകൾ കാണാൻ ഇടയായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതാണ് അവിടെ ഉള്ളൊരു കാര്യമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കൃഷ്ണപ്രഭ, ദിവ്യപ്രഭയുടെ അതിലെ പ്രതികരണം വളരെ പക്വമായിരുന്നു. വളരെ രസകരമായിട്ടാണ് അവർ പ്രതികരിച്ചത്. അവരതിൽ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു തന്നെയാണെന്നാണ് അവർ പറയുന്നത്. ഒരു ആർട്ടിസ്റ്റിൻ്റെ സകല രീതിയിലുള്ള ഒരു അച്ചടക്കവും പാലിച്ചുകൊണ്ടാണ് അവരവിടെ പ്രതികരിച്ചത്. പ്രതീക്ഷിക്കാത്ത പുരസ്കാരങ്ങളും മികച്ച പ്രതികരണങ്ങളും നേടിയതിലും സന്തോഷമുണ്ടെന്നാണ് അവർ പറയുന്നത്. സിനിമ കേരളത്തിൽ റിലീസ് ചെയ്തപ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. സിനിമയ്ക്ക് കിട്ടുന്ന നെഗറ്റീവ് പ്രതികരണങ്ങൾ ഒട്ടും അതിശയിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ളൊരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. കേരളത്തിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സ്ത്രീയുടെ ഒരു മെച്യൂരിറ്റി നോക്കിയേ, യവന്മാർ ഇങ്ങനെ തന്നെയാണ് പോകാൻ പറ എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. അത് കൊച്ചു കുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ എനിക്കതാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. കൊച്ചു കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ശരി തന്നെയാണ്, ഇൻസ്റ്റാഗ്രാം യുഗമൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, നമ്മൾ വരുന്നൊരു കാലഘട്ടം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഈ പരമായിട്ടുള്ള വേർതിരിവുകൾ നമ്മുടെ നാട്ടിൽ ഏകദേശം അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വിവാഹം കഴിക്കുമ്പം ജാതി മതമൊന്നും വലുതായിട്ട് ആൾക്കാർ നോക്കാറില്ല. നോക്കുന്ന ആൾക്കാരുണ്ട്, വലുതായിട്ട് നോക്കാറില്ല. ജാതി, ആ ജാതി ഈ ജാതി എന്നുള്ള രീതിയിൽ നോക്കാറില്ല. അപ്പോൾ ആ ഒരു തലമുറ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, നമ്മളും അമ്മാവൻ വൈബ് ആവുമ്പോൾ നമ്മളെ മക്കളോട് അടികൂടേണ്ട വിഷയങ്ങൾ വന്നാലോ. അപ്പം ഞാൻ ചോദിച്ചു, ജാതി മതമൊന്നും ഇല്ലല്ലോ, ഇനി എന്താ അമ്മാവൻ വൈബ് ആവുമ്പോൾ മക്കളുമായിട്ട് അടികൂടണം, അവർ കല്യാണം കഴിക്കുന്നത് കഴിച്ചോട്ടെ. അപ്പോൾ അവൻ പറഞ്ഞ് അങ്ങനെയല്ല, നമ്മുടെ വയസ്സാകുമ്പോൾ ഈ വേറെ വിഷയങ്ങളുണ്ടല്ലോ എടുക്കൂടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ ഇത് ഇൻസ്റ്റാഗ്രാം യുഗമല്ലേ, ചിലപ്പം മക്കളൊക്കെ 2 കെട്ടണമെന്നൊക്കെ പറഞ്ഞ് നിന്നാലോ, അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗദറും ഒരു ഭാര്യയും, അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗദറിലൂടെ കടന്നു പോയിട്ട് ഒരു ഭാര്യയും, ഒരു പുരുഷന് 2 പങ്കാളികൾ, ഒരു സ്ത്രീക്ക് 2, അങ്ങനെയൊക്കെ വന്നാൽ അത് നമ്മൾ എതിർക്കില്ലേ എന്നുള്ളൊരു ചോദ്യം അവൻ എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ പകച്ചുപോയി ആ ചോദ്യത്തിൽ. ചിലപ്പോൾ ശരിയായിരിക്കാം, അങ്ങനെ ഒരു യുഗത്തിലോട്ടാണ് കടന്നു പോയത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം യുഗമാണ്. അപ്പോൾ നിങ്ങൾക്ക്, അതായത് നിങ്ങളൊരു പുരുഷന് 2 സ്ത്രീകൾ വേണമെങ്കിലോ അവരുടെ കൺസെൻറ്റോടുകൂടി സെക്ഷൽ റിലേഷൻ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് അത് ചെയ്യാം. അത് അവർക്ക് നിങ്ങൾ മാത്രം അറിയുന്ന കാര്യം, നിങ്ങളുടെ ഇത് ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരുടെ ലൈഫിലോട്ട് ഇൻ്റർഫിയർ ചെയ്തിരുന്നാൽ മാത്രമേ ഉള്ളൂ. അവർ ചെയ്തതൊരു തൊഴിലാണ്, അഭിനയമാണ്. അതിന് മികച്ച പുരസ്കാരങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ് വാനോളം ഉയർത്തുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നൊരു സീന് ചീന്തിയെടുത്ത് അതിനെ തുണ്ടാണ്, മറ്റതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞ് അപമാനിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. പിന്നെ ദിവ്യപ്രഭ പറയുന്നത്, സിനിമയിലുള്ള പ്രത്യേക സീനുകൾ എടുത്ത് പ്രചരിപ്പിക്കുമ്പോഴും ആ സീനിൻ്റെ സന്ദർഭം എന്തെന്ന് അന്വേഷിക്കുന്നില്ല. ഞാനിത് പ്രതീക്ഷിച്ചു കൊണ്ടെന്ന് ഞെട്ടലൊന്നുമില്ല. യഥാർത്ഥത്തിൽ ആ സീനിൻ്റെ സന്ദർഭത്തിലാണ് ഇത്. സെൻസിബിൾ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് എനിക്ക് നല്ല മികച്ച പ്രതികരണങ്ങളാണ് കിട്ടുന്നതെന്ന് അവർ പറയുന്നുണ്ട്.
പോരാത്തതിന് ഒരു വശത്ത് ഇങ്ങനെ സിനിമയെ തന്നെ മോശമാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ഓരോ വിഷയത്തെ ഓരോ തരത്തിലായിരിക്കും സമീപിക്കുക. അത്തരത്തിൽ വരുന്ന അഭിപ്രായ പ്രകടനമാണ് ഇതെന്ന് അങ്ങനെ ഇതിനെ കാണുന്നുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പിന്നെ മറുപടി അർഹിക്കാത്തതാണ് പല പ്രതികരണങ്ങളെന്നും അവർ പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ആഗ്രഹിച്ച് ചെയ്ത വേഷമാണ് ഇതെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ സെൻസർ ബോർഡിന് പോലും തോന്നാത്ത കാര്യമാണെന്ന് അവർ പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ എന്നും നല്ല സിനിമയോടൊപ്പം നിൽക്കാനാണ് തനിക്ക് ആഗ്രഹമെന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെയാണ് അവർ ഇതിനെ പ്രതികരിക്കുന്നത്. വളരെ മികച്ച രീതിയിലുള്ള പക്വമായിട്ടുള്ളൊരു പ്രതികരണമായിരിക്കും.